കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മരണശേഷം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആരും ബന്ധപ്പെട്ടില്ലെന്ന് ജിസ്നയുടെ സഹോദരൻ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് അമ്മയായിട്ടായിരുന്നു പ്രശ്നം. ഭർത്താവിൻ്റെ അമ്മയായിട്ട് അവരങ്ങോട്ട് മിണ്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ ഇങ്ങനെ കാര്യങ്ങളായിരുന്നു. നമ്മളവിടെ പോയി സംസാരിച്ചു, പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് പിന്നെയും വീട്ടിൽ ഒരു 3-4 ദിവസം മുമ്പ് വീട്ടിൽ വന്നായിരുന്നു. അതേപോലെ ഒന്നും പറഞ്ഞൊന്നുമില്ല, എപ്പം വന്നു പോകുന്ന പോലെ അങ്ങ് പോയി. ഭർത്താവ് എപ്പോഴും അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഫാമിലി അല്ലേ, സംശയം എന്ന് വെച്ചാൽ ഈ സമയം വരെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഇതുവരെ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല. ഇന്നലെ സ്റ്റേഷനിലും വന്നിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. യുവതിയുടെ മൃതദേഹം കണ്ണൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോടും ചേർന്നു. ഗോകുൽ, ഈ സഹോദരൻ എന്തൊക്കെ സംശയങ്ങളാണ് ഉയർത്തുന്നത്? അപ്പോൾ ആരാണ് ഈ മരണവിവരം ഈ കുടുംബത്തെ വിളിച്ചറിയിച്ചത്? വിവരങ്ങൾ സുഹൈൽ, ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ, ബാലുശ്ശേരി പുനൂരിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് അവരുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. ഇവരുടെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടിയുടെ നിലവിളി കേട്ട് അടുത്തുണ്ടായിരുന്ന അയൽവാസികളാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്, ബാലുശ്ശേരി പോലീസിനെ അറിയിച്ചത്. അങ്ങനെ ബാലുശ്ശേരി പോലീസ് എത്തിയിട്ടാണ് ഈ പെൺകുട്ടിയെ ബാലുശ്ശേരി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പിന്നെ പോലീസ് തന്നെയാണ് ഈ യുവതിയുടെ കുടുംബാംഗങ്ങളെ ഈ കാര്യങ്ങൾ കുറിച്ച് അറിയിക്കുന്നത്. അതിനാലാണ് ഒരു ആരോപണം അല്ലെങ്കിൽ ദുരൂഹത ഈ മരണത്തിലുണ്ട് എന്ന ആരോപണമായിട്ട് പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നത്. 3 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. കണ്ണൂർ കേളകം സ്വദേശിയാണ് മരണപ്പെട്ട ജിസ്ന. ഇവരുടെ ഭർത്താവ് ശ്രീജിത്ത് കോഴിക്കോട് ബാലുശ്ശേരി പുനൂർ സ്വദേശിയാണ്. എന്നാൽ ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ കുടുംബാംഗങ്ങളുമായി പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. മരിച്ച വിവരം ഈ യുവതിയുടെ കുടുംബത്തെ വിളിച്ചറിയിച്ചിട്ടില്ല. മരണവിവരം അറിഞ്ഞതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്തും ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാത്തത് എന്നൊരു ചോദ്യമാണ് യുവതിയുടെ കുടുംബാംഗങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതോടൊപ്പം അവർ മുന്നോട്ടേക്ക് പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവിന്റെ അമ്മയുമായിട്ട് ഈ പെൺകുട്ടിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, മാനസിക പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് തീർത്തതാണ്. ഈ ഭർത്താവ് ഏതോ ഒരു ഘട്ടത്തിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും യുവതിക്ക് ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭർത്താവിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാണ് ഈ കുടുംബത്തിന്റെ ആരോപണം, യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം. ഇന്ന് രാവിലെ ഈ വാർത്ത വിഷയങ്ങളൊക്കെ വന്നതിന് ശേഷം ഭർത്താവിന്റെ ശ്രീജിത്തിന്റെ കുടുംബാംഗങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഇവർ പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ യുവതിയുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സമന്വയത്തിലെത്താൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെയാണ് കണ്ണൂരിലുള്ള യുവതിയുടെ വീട്ടിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ബാലുശ്ശേരി പോലീസ് എന്തായാലും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുഹൈൽ, ഇവരുടെ വീട്ടിലുണ്ടായിരുന്നാണ് ജിസ്ന, എന്നിട്ടും മരണവാർത്ത പോലും വിളിച്ചറിയിച്ചിട്ടില്ല. ഒരു പൂർണ്ണ ഉപേക്ഷയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭർത്തൃവീട്ടുകാർ സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ സഹോദരൻ ചില ആരോപണങ്ങൾ, ചില സംശയങ്ങൾ ഉന്നയിക്കുന്നതിനും കാരണം.